എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളതും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മുത്തശ്ശി വന്നിരിക്കുന്നത്. തലമുടി കറുപ്പിക്കാനാണ് മുത്തശ്ശി 2 വീഡിയോ അങ്ങനെ ഇട്ടിരുന്നു. അതെ അതെ, മഞ്ഞളെണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ടിന്റെ ഇട്ടുണ്ടായിരുന്നു, പിന്നെ എണ്ണ കാച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വിധത്തിലാണ് മുത്തശ്ശി കാണിക്കുന്നത്. നല്ല എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് മുത്തശ്ശി ചെയ്യുന്നത്, ഒരു വെള്ളത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടാൻ എളുപ്പമുള്ള കാര്യം കൂടിയാണ്. അതെ, അപ്പൊ നിങ്ങൾ എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാം പറ്റിക്കൊള്ളണം എന്നില്ല. അതെ, അപ്പൊ കുറെ പേർക്ക് ബീട്രൂട്ടിന്റെ മുടിയിൽ തേച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. കുറെ പേർക്കൊന്നും റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നോരോന്നും നമ്മൾ ട്രൈ ചെയ്യുക. കാരണം ഇത് കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സ്കാൽപ്പ്, ഈ തലയുടെ നെറുക്, നമ്മളെ തലയോട്ടിയിലേക്കൊക്കെ ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കില്ലേ, ഓരോ സ്കിന്നായിരിക്കില്ലേ. അപ്പൊ ചിലവർക്ക് മൈലാഞ്ചിപ്പൊടി പറ്റില്ല, ചിലർക്ക് നെല്ലിക്കപ്പൊടി പറ്റില്ല. അപ്പൊ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ മാറ്റിയിട്ടാണ് ഓരോ സംഭവങ്ങൾ കാണിക്കണത് അല്ലേ. പറ്റണമെന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് എല്ലാ മാസവും 1-2 തവണയൊക്കെ ആയിട്ട് ചെയ്തു പോവുക അല്ലെ. അപ്പൊ നമുക്കിന്ന് തുടങ്ങാം. അതെ, അപ്പൊ ഇന്നത്തെ ഹൈലൈറ്റ് മുടി കറുപ്പിക്കാൻ കാപ്പിപ്പൊടിയും വെള്ളവും അല്ലേ. അതെ, മക്കളെ എല്ലാരും ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നതായിട്ട് എങ്ങനെയൊക്കെയാണെന്നറിയോ? പിന്നെ കട്ടൻ ചായ തിളപ്പിച്ചെടുത്തിട്ട് അതിൽ പൊടിയൊക്കെ വാങ്ങി വെച്ചിട്ട് ഇട്ട് ഇളക്കുന്നതാണല്ലോ. ഇതങ്ങനെയല്ല, ഇതൊക്കെ ഇട്ട് കുറുക്കി വരണം. അതാണ് ഇതിനുള്ള മാറ്റങ്ങൾ. നമ്മൾ കാപ്പിപ്പൊടി നന്നായിട്ട് കുറുക്കി എടുക്കണം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതെ അതെ അതെ, നമുക്ക് തുടങ്ങാം അല്ലേ. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഇരുമ്പ് ചീഞ്ചട്ടിനെ വേണം കേട്ടോ. എന്നാലേ അതിന്റെ നല്ല ഇരുമ്പ് സത്തും എല്ലാം കൂടി അടങ്ങി കിട്ടണമെങ്കിൽ ഇതാണ്. പിന്നെ കുറെ നേരം ചൂട് നിൽക്കും, അപ്പൊ അത് കുറുകാൻ എളുപ്പമാണ്. പിന്നെ ഉരുളിയായാലും പറ്റും, പക്ഷെ ഇതിന് ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ഉത്തമം. അപ്പൊ ഇരുമ്പ് ചീഞ്ചട്ടി എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എണ്ണ കാച്ചാനാണെങ്കിലും ശരി, ഇങ്ങനത്തെ ഹെയർ പാക്കുകൾ, ഹെയർ ഡൈ പാക്കുകളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ശരി. കൂടിയതാണല്ലോ, അപ്പൊ അതിന്റെ സത്തും കൂടെ മുടിക്ക് നല്ലതാണേലും. അതെ, അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെ തന്നെ എടുക്കണം എന്ന് പറയണത്. എന്നാ തുടങ്ങാം അല്ലേ. എന്നാ ഗ്യാസ് കത്തിച്ചോളൂ. അപ്പൊ നമ്മളിതാ ഗ്യാസ് കത്തിച്ചു. ഇനി നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടി വെച്ചു കൊടുക്കാം. അപ്പൊ മാള് കുറച്ച് വെള്ളം തോന്നുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ വയ്ക്കാം. ഇതിലേക്ക് ചായപ്പൊടി ഒന്നും വേണ്ട അല്ലേ മുത്തശ്ശിയെ? കാപ്പിപ്പൊടിയാണ് മെയിനായിട്ട്. ഓ ശരിയാ. സാധാരണ എല്ലാരും ചായപ്പൊടിയിലല്ലേ മൈലാഞ്ചി കളർ കൂട്ടാനുള്ള സംഭവം. ഇത് നമ്മള് കാപ്പിപ്പൊടിയിലാണ് അല്ലേ. കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നതേ നമ്മുടെ തലമുടിയുടെ കറുപ്പുണ്ടല്ലോ, അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല നിറം നല്ലോണം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. വെള്ളം നന്നായി തിളച്ചു തുടങ്ങി. ഇതിലേക്ക് 2 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ കാപ്പിപ്പൊടി. നല്ലോണം ഇളക്കി കൊടുക്കും. ഞാൻ ഇളക്കാം. ഗ്യാസ് ഒന്ന് കുറയ്ക്കാം, കുറുക്കണല്ലോ. തരിതരിയുള്ള കാപ്പിപ്പൊടി എടുക്കരുത് ഒരിക്കലും. ഇൻസ്റ്റന്റ് കോഫി പൗഡറിന് എടുക്കണം. അതാകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ലതാവും. കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇരുമ്പ് ചട്ടുകം കൊണ്ട് തന്നെ നമ്മള് ഇളക്കണം. അപ്പൊ ഇരുമ്പ് ചട്ടുകത്തിന്റെ അതിലത്തെ ഗുണം കൂടെ അതിലേക്ക് വരും. ഇനി നമുക്ക് 3 ടീസ്പൂൺ മൈലാഞ്ചി. നമ്മള് വേറെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇരുമ്പ് ചട്ടി അങ്ങനെ ഉപയോഗിക്കില്ല. ഇപ്പൊ എടുത്താൽ തന്നെ നമ്മളത് മാറ്റി വെക്കും. ഇപ്പൊ ഉപ്പുമാവൊക്കെ ഉണ്ടാണെങ്കിൽ അതിൽ ഈ ചട്ടുകെട്ട് വെച്ചാലേ അപ്പൊ ഒരു ചൊയ വരും ചൂടോടെ ഇങ്ങനെ കുറെ ഇരിക്കുമ്പോ. അപ്പൊ അത് നമ്മൾ മാറ്റി വേറെ വെക്കും. ഇതതിന്റെ ആവശ്യമില്ല. അപ്പൊ അതിനിപ്പോ നമ്മള് 3 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി.
നല്ലോണം എടുക്കാം. കെട്ടാതെ നന്നായി ഉടഞ്ഞു വരണം കേട്ടോ. അതെ, പിന്നെ ഇങ്ങനെ വെട്ടി തിളക്കിയല്ലേ, അപ്പൊ പിന്നെ ഉടയാനും എളുപ്പമാണ്. അതെ. ഇതിലേക്ക് 2 ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അതൊക്കെ ഈ രീതിയിലായി നല്ല കളർ തുടങ്ങുന്നുണ്ട്. അതെ, നമുക്ക് നെല്ലിക്കപ്പൊടിയും കൂടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ കുറുകും. അപ്പൊ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തളയൊക്കെ നിന്നിട്ട് നല്ല ടേസ്റ്റ് രൂപത്തിലായി കിട്ടണം. അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമുക്ക് തലയിൽ തേക്കാം. കുറുകി വരുന്നു. കട്ട വരുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപമാവും അല്ലേ? ഇതാണല്ലേ ഇതിന്റെ പരുവം. അതെ. അതാ ഈ രീതിയിൽ. ഇനി ഒന്നും കൂടെ വറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല പേസ്റ്റ് രൂപമാവും. വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ തണുക്കുമ്പോൾ. അപ്പോൾ അതിന് നമുക്ക് അരമുറി ചെറുനാരങ്ങ മുറിച്ചെടുക്കാം. കത്തിയെല്ലാം മുറിച്ചുള്ളതുകൊണ്ടേ കൈ മുറിഞ്ഞാൽ പണിയത്. ഒരു ദിവസം മുറിഞ്ഞതാ. തണ്ണിമത്തൻ മുറിക്കും പോലെ. അതെ. വത്തക്ക മുറിച്ചപ്പോൾ അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുരു അതിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് അരമുറി പിഴിഞ്ഞ് വയ്ക്കാം. നാരങ്ങയുടെ തൊണ്ട് പിന്നെ നമ്മൾ കളയാറില്ല. നാരങ്ങയുടെ തൊണ്ട് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ടാങ്ക് പൊടി, രസ്നപ്പൊടി, അങ്ങനത്തെ പൊടികളില്ലേ. അപ്പം നമ്മൾ നാരങ്ങയുടെ തോട് നമ്മൾ കളയാറില്ല. ഇത് ഉണക്കി പൊടിക്കും. എന്നിട്ട് നമ്മൾ ടാങ്ക് പൊടി ഉണ്ടാക്കും. അതെ, രസ്നപ്പൊടി, ടാങ്ക് പൊടിയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയുടെ തൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യില്ല നാരങ്ങയുടെ തോല്. വെറുതെ കളയണ്ടല്ലോ. അതെ. അപ്പം അതായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം അതാ ഈ ഹെയർ ഡൈ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ട് തലയിൽ ഹെയർ ഡൈ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ചൂടാറിയതിന് ശേഷം ഇത് തലയിൽ തേച്ച് കാണിക്കാം. അതെ, അതുകൊണ്ട് അമ്മയുടെ ഈ തലയുടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് നരകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം 1.5 മാസമായിട്ട് നമ്മ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു പാക്കിന് വേണ്ടി മുത്തശ്ശി ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ചൂട് പോട്ടെ. അതെ, ഇപ്പൊ നല്ല പേസ്റ്റ് രൂപത്തിലായി അല്ലേ? ഈ രൂപത്തിൽ കിട്ടണം അല്ലേ? അതെ. ചൂടാറട്ടെ. അതെ. മുത്തശ്ശി, ഇത് നമ്മളൊരു 2 മണിക്കൂറോളം ഇങ്ങനെ വെച്ചു അല്ലേ? ചൂടാറിയിട്ട് നമ്മൾ 1-2 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷമുള്ളതാണ്. ഈ സൈഡൊക്കെ കണ്ടോ നല്ല കറുപ്പ് നിറം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തലയിൽ തേക്കാം. ദാമയുടെ അവിടെയൊക്കെ കുറച്ചൊക്കെ നര നമ്മൾ ഈ ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതല്ലേ, അപ്പൊ വലിഞ്ഞതായതാണ്. അതെ അതെ. എന്ത് കളർ, നല്ല കളറായി. ഇപ്പോൾ
ഇനി ഇത് നമ്മൾ എത്ര മണിക്കൂർ വെക്കണം മുത്തശ്ശി തലയില്? ഒരു 2 മണിക്കൂർ. അതെ അല്ലേ? ഈ ഭാഗത്തും കൂടെ എല്ലാം വൃത്തിയായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിയണം. 2 മണിക്കൂർ കഴിയണം. അപ്പൊ കുറച്ച് ലേറ്റ് ആവില്ലേ? അതെ, ഇപ്പൊ തന്നെ സമയം 6 മണിയായി. സമയം 6 മണിയായി. അപ്പൊ ഇനി ഇത് ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പൊ എല്ലാരും അത് മുടങ്ങാതെ മുടങ്ങാതെ കണ്ടിട്ട് നിങ്ങൾ വേണ്ടമാതിരിയൊക്കെ ചെയ്യണം. അതെ, ഇത് തലയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ള കമന്റ് ചെയ്യണം. അതെ, നമുക്ക് ഈ ചട്ടി തന്നെ കണ്ടു ഇപ്പൊ കറുകറുങ്ങനെ ആയിട്ടുണ്ട്. കറുപ്പ് കളറായി. അതെ. അപ്പൊ മുത്തശ്ശിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ. ബൈ. മുത്തശ്ശിയുടെ കയ്യിലുണ്ട് കുറച്ച്.